ഇവർക്ക് ഇത്രമാത്രം ശമ്പളം കൂട്ടിക്കൊടുക്കുവാൻ എന്ത് അടിയന്തര സാഹചര്യമാണ് ഉള്ളത്? അതിനുള്ള മറുപടി സർക്കാരാണ് നൽകുന്നത്. ശ്രീ പണിക്കർ, സർക്കാരാണ് ഈ മറുപടി നൽകേണ്ടത്. പക്ഷെ മറുപടി എന്തായാലും കിട്ടില്ല, സ്വാഭാവികമാണത്. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സർക്കാർ ഏതൊരു വിഷയത്തിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിന് കൃത്യമായ ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന PSC അംഗങ്ങൾക്ക് പെട്ടെന്ന് ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് 3.5 ലക്ഷം ആക്കുമ്പോൾ എന്ത് ആണ് അതിൻ്റെ പിന്നിലുള്ള ജസ്റ്റിഫിക്കേഷൻ? എന്തുകൊണ്ടാണ് നേരത്തെ അവർക്ക് നിലവിൽ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന 2.5 ലക്ഷം രൂപ പര്യാപ്തമാകാതെ 1 ലക്ഷം രൂപയും കൂടി അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യം എന്താണ്? അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്? അത്ര ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണോ അവർ ചെയ്യുന്നത്? ഇത്ര ഉയർന്ന ശമ്പളം കിട്ടുന്നതിന് വേണ്ടി അവരുടെ യോഗ്യത എന്താണ്? 6 വർഷം സർവീസിൽ ഇരുന്നതിന് ശേഷം പിന്നീട് ഒരു പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ഒക്കെ കിട്ടുന്നത് മാത്രമുള്ള ലെവലിലേക്കുള്ള ആനുകൂല്യങ്ങൾ അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ കിട്ടുന്ന രീതിയിലത്തേക്കുള്ള എന്ത് സേവനമാണ് ഈ 21 പേർ നാടിന് നൽകുന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കേണ്ടത് കൃത്യമായിട്ടും സർക്കാർ തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ കാണുന്ന, താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ആശാ വർക്കർമാരായിട്ടുള്ള ആൾക്കാർ, അംഗനവാടി ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ മിനിമം വേജസിന് വേണ്ടിയിട്ട്, അത് വർദ്ധിപ്പിക്കുന്നതിനൊന്നുമല്ല, അത് തന്നെ കൃത്യമായി അവർക്ക് കയ്യിൽ കിട്ടണം എന്നുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സമരവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അവർക്കത് ഉയർത്തി നൽകാത്തത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ആ പണം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത് എന്നതിനെക്കുറിച്ചും ഒരു ന്യായീകരണം പറയേണ്ടത് സർക്കാർ തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഫക്റ്റീവ്ലി അംഗനവാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ മുഖം വാടിയാണ് ഇരിക്കുന്നത്. ആശാ വർക്കർമാരൊക്കെ തന്നെ നിരാശാ വർക്കർമാരായിട്ട് ഇരിക്കുകയുമാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നൊക്കെയാണ് ഈ ആശ എന്നുള്ളതിലെ SHA എന്നൊക്കെ പറയുന്നത്, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ഒന്നും അല്ല. അവരിപ്പോൾ ഈ ഹെൽത്ത് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറയുന്നതിന് പകരം അവർ സാലറി ഹൈക്കിന് വേണ്ടി ഡിമാൻഡ് ചെയ്യേണ്ടുന്ന തരത്തിലുള്ള ആക്ടിവിസ്റ്റുകളായിട്ട് മാറുന്നു. ഇനി അതിനും ഒരല്പം താഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരിക്കുന്ന ശമ്പളം പോലും റെഗുലറായിട്ട് ഞങ്ങൾക്ക് തരണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിസ്റ്റുകളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൽ ആൾക്കാർ ഇത് കമ്പയർ ചെയ്യുന്നത് വെറുതെ അല്ല. PSC അംഗങ്ങൾ ആരൊക്കെയാണ് എന്നോ അവരൊക്കെ നാടിന് വേണ്ടിയിട്ട് എന്ത് സേവനമാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ചോ ഈ നാട്ടിലെ ആൾക്കാർക്കും ജനസാമാന്യത്തിന് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. മറിച്ച് ആശാ വർക്കർമാരെ അവരങ്ങനെയല്ല കാണുന്നത്. നമ്മുടെ വീട്ടിൽ ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ എന്തെങ്കിലും ബോധവൽക്കരണത്തിന് ഒക്കെ തന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന വോളണ്ടറി സർവീസ് അല്ലാതെ ഫുൾ ടൈം എംപ്ലോയിഡ് എന്ന രീതിയിലത്തേക്ക് പറയാവുന്ന രീതിയിലത്തേക്കുള്ള സേവനം നൽകുന്ന ആൾക്കാരാണ് ആശാ വർക്കർമാർ എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് തന്നെയുമല്ല, നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും മാതൃകാപരമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ്. രണ്ടാമത്തെ കാര്യം സർക്കാരിനെ തന്നെ ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയിൽ സഹായിക്കുന്ന ഈ ആശാ വർക്കർമാരാണ്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പോലും ന്യായമായ പൈസ പോലും കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല. 7,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് എന്തിനു തികയും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കേന്ദ്രത്തിന്റെ ഇൻസെന്റീവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 9,000 ചില്ലറ രൂപ ഒരു മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അപര്യാപ്തമാണ്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല എന്നാണ്. ഈ മുൻഗണന നിശ്ചയിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ